ഈ വർഷം ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ ഭരണമാറ്റം നടത്തുക എന്ന പ്രഖ്യാപിത ലക്ഷ്യത്തോടെ ഇറാനു നേരെ ആദ്യത്തെ ആക്രമണം നടത്തുന്നത്. ഈ ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയും ഇസ്രായേലും കരുതിയത് അതിവേഗത്തിൽ ഇറാനിൽ ഒരു ഭരണമാറ്റം കൊണ്ടുവരാമെന്നും അതുവഴി ഇറാൻ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സകല ഭീഷണികളിൽ നിന്നും ഒറ്റയടിക്ക് രക്ഷപ്പെടാമെന്നുമായിരുന്നു. പക്ഷെ യുദ്ധം ആരംഭിച്ച് അധികം കഴിയുന്നതിന് മുമ്പ് തന്നെ തങ്ങളുടെ പദ്ധതികളും സ്വപ്നങ്ങളും എല്ലാം പാഴാകുന്നത് നിസ്സഹായതയോടെ നോക്കി നിൽക്കേണ്ട അവസ്ഥയിലേക്ക് അമേരിക്കയും ഇസ്രായേലും എത്തിക്കഴിഞ്ഞിരുന്നു. ഇറാൻ അവരുടെ സർവ്വസന്നാഹങ്ങളും എടുത്ത് തങ്ങൾക്ക് നേരെ നടന്ന ആക്രമണത്തിന്റെ അതേ തീവ്രതയിൽ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേൽ നഗരങ്ങളിലേക്കും ശക്തമായ മിസൈൽ ആക്രമണങ്ങൾ സംഘടിപ്പിച്ചു. ഇത് ട്രംപിനെ സംബന്ധിച്ച്, നെതന്യാഹുവിനെ സംബന്ധിച്ച് തീർത്തും അപ്രതീക്ഷിതമായിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഈ കാണുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഇന്ന് ജൂൺ മാസം പകുതിയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഒരു തരത്തിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല. പലതവണ ട്രംപ് യുദ്ധം അവസാനിപ്പിച്ച് തരയൂരാൻ ശ്രമിച്ചുവെങ്കിലും അതൊന്നും അനുവദിക്കാതെ ഇറാൻ തലങ്ങും വിലങ്ങും അടിച്ച് ശക്തമായ സമ്മർദ്ദം കൊടുക്കുകയായിരുന്നു. ഇറാനെ തണുപ്പിക്കാനോ ഇറാനെ അമേരിക്ക ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തിക്കാനോ കഴിയാതെ ട്രംപ് പരമപരാജയമായി മാറുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന കാര്യം. അമേരിക്കയുടെ ചരിത്രത്തിലാദ്യമായി നാണം കെട്ട തോൽവി ഒഴിവാക്കാൻ വേണ്ടി ട്രംപിന് ഏകപക്ഷീയമായി യുദ്ധം നിർത്തുകയാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. പക്ഷെ എന്നിട്ടും ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ, ഇറാന്റെ പോരാട്ട വീര്യത്തിന് മുന്നിൽ ജയിക്കാൻ ട്രംപിന് കഴിഞ്ഞില്ല. തലയൂരാൻ പോലും ട്രംപിന് സാധിക്കുന്നില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഓരോ ദിവസവും ട്രംപ് യുദ്ധം ഇന്ന് തീരും, യുദ്ധം നാളെ തീരുമെന്ന് ആവർത്തിച്ച് പറയുന്നതല്ലാതെ ട്രംപ് വിചാരിക്കുന്നത് പോലെ യുദ്ധത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, ഇപ്പോൾ രണ്ടാം തവണയും അമേരിക്ക ഇറാന് നേരെ ആക്രമണം നടത്തിയതോടെ ഇറാൻ വലിയ തോതിൽ പ്രകോപിതരായിട്ടുണ്ട്. യുദ്ധം നിർത്തില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇറാൻ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നടത്തിയിരിക്കുന്നത്. കുവൈറ്റിലേക്കും ബഹ്റൈനിലെ 5-ാം കപ്പൽ പടയുടെ ആസ്ഥാനത്തേക്കും ശക്തമായ ആക്രമണങ്ങൾ നടന്നു. ഏതാണ്ട് 18 മുതൽ 21 വരെ ടാർഗറ്റുകളിൽ വിജയം നേടിയതായി ഇറാൻ പ്രഖ്യാപിക്കുന്നു. ഇറാന്റെ വാക്കുകൾ സാധൂകരിക്കുന്ന വിധത്തിൽ ബഹ്റൈനിലെ 5-ാം കപ്പൽ പടയുടെ ആസ്ഥാന കേന്ദ്രം അടച്ചുപൂട്ടേണ്ട ഗതികേടിലേക്ക് അമേരിക്ക എത്തുന്നു. ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത, ഹോർമൂസ് കടലിടുക്ക് എന്നേക്കുമായി അടച്ചുപൂട്ടിയിരിക്കുന്നു ഇറാൻ. ഇനി സൗഹൃദ രാജ്യങ്ങളിലേക്ക് പോലും ചരക്കുകളോ കപ്പലുകളോ കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനം വന്നിരിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ കുവൈറ്റ് വ്യോമപാത പൂർണ്ണമായി അടച്ചിരിക്കുന്നു. അതായത് ഇറാൻ അടിക്കുന്ന അടി, അത് ശക്തമായ തിരിച്ചടികൾ, അതായത് കനത്ത പ്രഹരങ്ങൾ ഓരോ ടാർഗറ്റിലും ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. ഇപ്പോൾ വ്യക്തമാകുന്ന ഒരൊറ്റ കാര്യം, ഈ യുദ്ധം അവസാനിക്കണമെങ്കിൽ ട്രംപ് തൻ്റെ ഈഗോ അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ ഇറാൻ ട്രംപ് പറയുന്ന വ്യവസ്ഥകളൊക്കെ അംഗീകരിക്കണം. അതിന് ഒരു തരത്തിലുള്ള സാധ്യതയുമില്ല എന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇറാനു മുന്നിൽ ഞങ്ങൾ പിന്മാറുകയാണെന്ന് പറഞ്ഞ് യുദ്ധം ഉപേക്ഷിക്കാൻ ട്രംപിന് കഴിയുന്നില്ല. അതിന് ട്രംപിൻ്റെ ഈഗോ ട്രംപിന് അനുവദിക്കുന്നില്ല. എന്ന് മാത്രമല്ല, ലോകശക്തിയായ അമേരിക്കയുടെ പ്രസിഡന്റ് അങ്ങനെ പറയാൻ പാടില്ല എന്ന നിലയിലാണ് അവർ ചിന്തിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇറാൻ പറയുന്ന നിർദ്ദേശങ്ങൾ അംഗീകരിച്ചുകൊണ്ട് ഏകപക്ഷീയമായ ഒരു യുദ്ധവിരാമം പ്രഖ്യാപിക്കുന്നത് ട്രംപിന് തന്നെ തിരിച്ചടിയാകും. അവകാശവാദങ്ങളിൽ ആനന്ദം കണ്ടെത്തുന്ന ട്രംപ് പക്ഷേ ഇപ്പോൾ നടത്തുന്ന അവകാശവാദങ്ങളിൽ ഒരാനന്ദവും കണ്ടെത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. കാരണം നെതന്യാഹു ട്രംപ് പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ലെബനന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് നെതന്യാഹു അത് കേൾക്കാതെ നിരന്തരമായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ട്രംപ് തൻ്റെ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുന്നു, തൻ്റെ ഹെലികോപ്റ്ററുകൾ തകർക്കുന്നു, ഹോർമൂസ് പൂർണ്ണമായി അടയ്ക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് നടപടികൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വന്നതോടെ ട്രംപ് ആകെ പെട്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് സംബന്ധിച്ച് ട്രംപിന് ഒരു രൂപവുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇറാൻ കുറെ കൂടി കടുപ്പിച്ച നിലപാടുമായി രംഗത്ത് വരികയാണ്. ഇറാൻ ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമെന്ന് പറയുന്നത്
കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന നിലയിൽ തന്നെയാണ്. അതായത് ഇറാന്റെ ഏതൊക്കെ മേഖലകളിൽ എവിടങ്ങളിലൊക്കെ ആക്രമണങ്ങൾ നടത്തുന്നു, എന്തൊക്കെ തരത്തിലുള്ള ആഘാതങ്ങൾ ഉണ്ടാകുന്നു, സമാനമായ രീതിയിൽ തന്നെ അതാത് കേന്ദ്രങ്ങളെ ആക്രമിച്ചു പരിക്കേൽപ്പിക്കുക എന്നുള്ളതാണ് ഇറാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന രീതി. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലേക്കാണ് അമേരിക്കൻ പടക്കപ്പലുകൾ വരുന്നതെങ്കിൽ ആ പടക്കപ്പലുകളെ തീർത്ത് കളയുക. അപ്പാച്ചെ ഹെലികോപ്റ്റർ വീണ്ടും അയക്കുകയാണെങ്കിൽ അതിനെ തീർത്ത് കളയുക. ഇറാനിലേക്ക് അമേരിക്ക മിസൈൽ ആക്രമണം നടത്തിയാൽ അതിലും ശക്തമായ മിസൈലുകൾ ഉപയോഗിച്ച് അമേരിക്കയുടെ സൈനിക കേന്ദ്രങ്ങൾ തകർത്ത് കളയുക. ഇനി കരയുദ്ധത്തിലേക്കുള്ള നീക്കമാണെങ്കിൽ അത് അങ്ങനെ തന്നെ നേരിടാൻ ഇറാൻ സജ്ജമാണ്. ആ നിലയിലാണ് ഇറാന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും ഇറാന്റെ വ്യോമാക്രമണം ഉണ്ടായത്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങളാണ് ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ളത്. ഈ ഡ്രോണുകളൊക്കെ നിർവീര്യമാക്കി എന്ന് അഭിപ്രായങ്ങൾ പുറത്തു വരുന്നുണ്ട് എങ്കിലും പല ദൃശ്യങ്ങളും തെളിയിക്കുന്നത് ഈ ഡ്രോണുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ പോയി വലിയ ശബ്ദത്തിൽ സ്ഫോടനം നടത്തി നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ്. ഇറാൻ വിജയകരമായ ഓപ്പറേഷനുകൾ നടത്തിയെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, 18 മുതൽ 21 വരെ US കേന്ദ്രങ്ങൾ, സൈനിക കേന്ദ്രങ്ങൾക്കുള്ളിൽ ഇറാന്റെ ഡ്രോണുകൾ വീണ് വലിയ സ്ഫോടനം ഉണ്ടായി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. അതാണ് ഇറാൻ ഇനി ഉദ്ദേശിക്കുന്ന തിരിച്ചടി. കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന് പറയുന്ന അതേ തിരിച്ചടി. ഇനി ഒരു ചർച്ചകൾക്കും സാധ്യതയില്ല എന്ന് ഇറാൻ ശക്തമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം ഈ യുദ്ധം ഇനി അവസാനിക്കാൻ പോകുന്നില്ല. യുദ്ധം ഈ രീതിയിലാണെങ്കിൽ അടുത്തെങ്ങും അവസാനിക്കുന്നതിനെ കുറിച്ച് ആരും ചിന്തിക്കേണ്ട. കാരണം ഗൾഫ് രാജ്യങ്ങൾ, മധ്യസ്ഥ രാജ്യങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അമേരിക്ക അടുക്കുന്നില്ല. അമേരിക്ക ആദ്യം യുദ്ധം അവസാനിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതിനിടയിലാണ് ഇറാൻ അമേരിക്കയുടെ ഹെലികോപ്റ്റർ വെടിവെച്ചിട്ടത്. അത് തീർച്ചയായിട്ടും ആകാശപരിധി ലംഘിച്ച്, വ്യോമാതിർത്തി ലംഘിച്ച് വന്ന ഹെലികോപ്റ്ററാണ്, വെടിവെച്ചിടാം. അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഇറാനുണ്ട്. അവരുടെ പരമാധികാരത്തിൻ്റെയും പ്രതിരോധത്തിൻ്റെയും കാര്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നടപടി അമേരിക്കയ്ക്ക് വലിയ നാണക്കേടുണ്ടാക്കി. കാരണം ഇറാഖ്, അഫ്ഗാൻ യുദ്ധമുഖങ്ങളിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ള അപ്പാച്ചെ ഹെലികോപ്റ്ററാണ് പോയത്. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് അതിനുള്ള ശക്തമായ തിരിച്ചടി എന്ന നിലയിലാണ് ഇപ്പോൾ ആക്രമണം നടത്തിയത്. എന്തായാലും ഈ ആക്രമണങ്ങളുടെ തീവ്രത കൂടുന്നു, തോത് വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനം, അല്ലെങ്കിൽ പരസ്പരം ഇറാനും അമേരിക്കയും ആക്രമണങ്ങൾ തുടരുന്നു. ഒരു വശത്ത് ഇസ്രായേൽ അമേരിക്കയുടെ വാക്കുകൾക്ക് അത് ലെബനിലേക്ക് നിരന്തരമായി ആക്രമണങ്ങൾ നടക്കുന്നു. അപ്പോൾ ഇനി കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന രീതിയിലേക്ക് ഇറാൻ ഓരോ അടിക്കും അതിശക്തമായ തിരിച്ചടി കൂടി കൊടുക്കാൻ തുടങ്ങിയതോടെ അമേരിക്കയ്ക്കും യുദ്ധം ചെയ്യുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല. അതായത് യുദ്ധം വിട്ടോടാൻ ശ്രമിച്ച ട്രംപിനെ നീ യുദ്ധം ചെയ്തിട്ട് പോയാൽ മതി എന്ന നിലയിൽ അവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇറാൻ. എന്ന് മാത്രമല്ല, ഇനി ട്രംപിന് യുദ്ധം നിർത്തണമെങ്കിൽ ഇറാൻ പറയുന്നത് അംഗീകരിക്കാതെ ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ഇതിൻ്റെയൊക്കെ അനന്തരഫലങ്ങൾ ഹോർമുസ് കടലിടുക്കിൽ ദൃശ്യമായി കഴിഞ്ഞു. ഹോർമുസ് കടലിടുക്കിൽ ഒരു എണ്ണക്കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായി എന്ന് റിപ്പോർട്ടുകൾ വരുന്നു. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ പ്രതിഷേധം ഈ വിഷയത്തിൽ രേഖപ്പെടുത്തുകയാണ്. പലാവ് പതാക ഏന്തിയ സെറ്റിബെല്ലോ എന്ന ഒരു കപ്പലാണ് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ടത്. എന്നാൽ അതൊരു ഇന്ത്യൻ കപ്പലാണ് എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇറാനിൽ നിന്ന് എണ്ണ കൊണ്ടുവന്ന കപ്പലാണെന്നും പറയപ്പെടുന്നുണ്ട്. അമേരിക്കയാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്ന് കൃത്യമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ 21 ജീവനക്കാർ രക്ഷപ്പെടുത്തുകയും ഒരാൾ കൊല്ലപ്പെടുകയും ചെയ്തു എന്ന റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും ഇന്ത്യക്ക് വേണ്ടി പുറപ്പെട്ട ഒരു കപ്പൽ ആക്രമിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഇന്ത്യ അമേരിക്കയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഡെപ്യൂട്ടി ചീഫ് മിഷനെ വിളിച്ചു വരുത്തി പ്രതിഷേധിച്ചിട്ടുണ്ട്. ഇത്തരം നീക്കങ്ങൾ അനുവദിക്കില്ല എന്ന് താക്കീത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയെ പിന്തുണച്ചുകൊണ്ട് ഇറാൻ രംഗത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന പശ്ചിമേഷ്യയിൽ എല്ലാവരും പ്രതിഷേധത്തിലാണ്. അമേരിക്കയോട് നേരിട്ട് പ്രതിഷേധം അറിയിക്കാനും അമേരിക്കയെ പിടിച്ചു കിട്ടാനും ഗൾഫ് രാജ്യങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും ദുരന്തമായ ഒരു ചിത്രം. അതായത് ഗൾഫ് രാജ്യങ്ങളുടെ എയർബേസുകൾ ഉപയോഗിച്ച്, അവരുടെ സൈനിക കേന്ദ്രങ്ങൾ ഉപയോഗിച്ച് പശ്ചിമേഷ്യയിൽ പിടിമുറുക്കുകയും ഇറാനെതിരെ രൂക്ഷമായ ആക്രമണങ്ങൾ നടത്തുകയും പശ്ചിമേഷ്യയിൽ സമാധാനം തകർക്കുകയും ലോകത്തിന് മുഴുവൻ ഭീഷണിയാവുകയും ചെയ്യുന്ന നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്ന അമേരിക്കയുടെ ഇപ്പോഴത്തെ പോക്കിന് തടയിടാൻ അറബ് രാജ്യങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ അതിന് മുന്നിൽ നിൽക്കാൻ, അതിന് തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു വല്ലാത്ത അവസ്ഥയായി തന്നെയാണ് ലോകം വിലയിരുത്തുന്നത്. അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് കാലങ്ങളായി ഇറാൻ പറയുന്നതിൻ്റെ സാങ്കത്യം ഇതാണോ എന്ന് പോലും ചോദ്യങ്ങൾ വരുന്നുണ്ട്. കാരണം അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി തങ്ങളുടെ ശക്തി കാണിച്ചുകൊണ്ട് അമേരിക്കയെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചുകൊണ്ട് പോകേണ്ടി വരുമെന്ന നിലയിൽ അമേരിക്കയെ വരച്ച വരയിൽ നിർത്താൻ അറബ് രാജ്യങ്ങൾക്ക് കഴിയാത്തത് ഒരു വലിയ പോരായ്മയായി തന്നെ വിലയിരുത്തപ്പെടുകയാണ്. എന്തായാലും യുദ്ധം ഉടനൊന്നും തീരില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി മറിയുകയാണ്. അതിരൂക്ഷമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം പറയാൻ.